ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഡോക്ടർ രാജു, കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കണമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. അവിടെ രോഗികളെ നോക്കുന്നു. ഞാൻ കഴിഞ്ഞ 34 വർഷമായിട്ട് ഡോക്ടർ ആരോഗ്യരംഗത്തുണ്ട്. എനിക്ക് 3 ചാനലുണ്ട്. ഒരു ചാനൽ ആരോഗ്യത്തെക്കുറിച്ചും, ഒരു ചാനൽ ബൈബിൾ ക്വിസാണ്, മറ്റൊരു ചാനൽ സാമൂഹിക തിന്മകളെ കുറിച്ചിട്ടാണ്. അതാണ് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെയും വരുന്നത്. ഇന്ന് സമൂഹത്തിന് പറ്റിയിരിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും അനേകർക്ക് വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ചെയ്യാനാണ് വ്യൂസ് ആൻഡ് മെസ്സേജസ് എന്ന് പറഞ്ഞൊരു പുതിയ ചാനൽ ഞാൻ തുടങ്ങിയത്. പക്ഷെ ഇന്നത്തെ വിഷയം അതല്ല. ഇന്നത്തെ പുരുഷ ഗർഭനിരോധന മാർഗം, ഇതാണ് എൻ്റെ വിഷയം. അറച്ചിട്ടോ പറിച്ചിട്ടോ കാണാതെ പോയിട്ടോ തള്ളിക്കളഞ്ഞിട്ടോ എന്നെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ഇത് ആവശ്യമുള്ളൊരു കാര്യമാണ്. പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് പുരുഷ നിരോധന മാർഗത്തിൽ ആവശ്യമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സ്ത്രീകളെ എല്ലാം കൂടെ അങ്ങ് ഏൽപ്പിക്കുക എന്നുള്ളതല്ല. അവരെ എല്ലാം അങ്ങ് ഏൽപ്പിച്ച് അവരെ കൊണ്ട് എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ലൊക്കെ എടുപ്പിക്കുന്നതിനേക്കാൾ നല്ല കാര്യം, ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് കോണ്ടം ഉപയോഗിക്കുക. ഈ കോണ്ടം ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് 2-3 കാര്യങ്ങളോട് പറയാനുണ്ട്. ഒന്ന്, നല്ല കമ്പനിയുടെ കോണ്ടം ഉപയോഗിക്കുക. ഈ കോണ്ടം ഉപയോഗിക്കുമ്പോൾ, നല്ല കമ്പനി എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരെന്താണെന്നുള്ളത് എന്നെ ഫോണിൽ വിളിച്ചാൽ, ഒരു രാത്രി 8 മണിക്ക് 9 മണിക്ക് ഇടയ്ക്ക്, അല്ല 8:30 9:30 ഇടയ്ക്ക് എന്നെ ഫോണിൽ വിളിച്ചാൽ ഏത് കമ്പനിയുടെയാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഈ കോണ്ടം ഉപയോഗിക്കുമ്പോൾ ചിലർ ചോദിക്കും, ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഒന്ന്, ഇത് സ്ലിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. 2, കോണ്ടം ഉപയോഗിക്കുന്നതായിട്ടുള്ള സമയത്ത് ഇത് പെനിസ് മുഴുവൻ ഷൂറ്റ് ചെയ്യുന്നിരിക്കത്തില്ല. അങ്ങനെയുള്ള സമയത്ത് അത് കംപ്ലീറ്റ് കയറ്റി വലിച്ചിടേണ്ടി വരും. അതുപോലെ സ്ലിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങളുടെ പാകത്തിനുള്ള കോണ്ടങ്ങൾ ഉപയോഗിക്കണം. ഈ കോണ്ടം ഉപയോഗിക്കുന്നത് നമ്മുടെ ഗർഭധാരണ നിരോധനത്തിന് ഒരു കാര്യമാണ്. രണ്ടാമത്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നവർ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ 98% നല്ല കോണ്ടം ഉപയോഗിച്ചാൽ എഫക്റ്റീവ് ആണ്. ഇതെൻ്റെ അഭിപ്രായം മാത്രമല്ല, അനേകരിൽ നിന്ന് അഭിപ്രായം ചോദിച്ചതിന് ശേഷം 98% നിങ്ങളുടെ നല്ല കോണ്ടം ഗർഭധാരണത്തെ നിയന്ത്രിക്കും, നന്നായിട്ട് ഉപയോഗിച്ചാൽ. പക്ഷേ ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് 2 എടുത്തിടരുത്. 2 എടുത്തിട്ട് കഴിഞ്ഞാൽ 2 കൂടെ സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരു കാര്യം. ഇതുവരെയും മെയിൽ കോൺട്രാസെപ്റ്റീവ് എന്നുള്ള രീതിയിൽ ഒരു പില്ല് കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞ വേറൊരു മാർഗമുണ്ട്. ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സമൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇത് എടുക്കുക. അത് നമുക്ക് മനുഷ്യത്വപരമായി നമുക്ക് ചെയ്യാനായിട്ട് പറ്റാത്ത കാര്യമാണ്. ആ കാര്യങ്ങൾ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് അത് പ്രയോഗിക്കാനായിട്ട് വലിയ പ്രയാസമാണ്. എന്നാൽ ഈ കോണ്ടം നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഉപയോഗിക്കാം. പിന്നെ മണ്ടൊരു കാര്യമുണ്ടായിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സർക്കാർ ആശുപത്രിയിലൊക്കെ പോകുന്നതായിട്ടുള്ള സമയത്ത് വാസക്ടമി. ഈ വാസക്ടമി എന്ന് പറയുന്നത് വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു പുരുഷ ബീജം വരുന്നതായിട്ടുള്ള അവിടെ അറുത്ത് മാറ്റുക, അത് കെട്ടി ബന്ധിപ്പിക്കുക. പിന്നീട് അങ്ങനെയുള്ള സെക്രീഷൻ വരികയില്ല. അത് ഏതാണ്ട് 99% സേഫ് ആണ്. പണ്ട് ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങൾ വാസക്ടമി ചെയ്യൂ, അതൊരു OP പ്രൊസീജിയറാണ്, രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഉച്ചകഴിഞ്ഞ് പോകാം. പക്ഷേ ഇന്ന് അത് ചെയ്യാൻ ഒരുപാട് പേര് മടിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങളൊരു വാസക്ടമി ചെയ്യൂ, നിങ്ങൾക്ക് 1000 രൂപ 2000 രൂപ തരാമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ എഴുതി വെച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. അത് തീർത്തും വേദനാരഹിതവും വളരെ പ്രായോഗികമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. നിങ്ങൾക്കൊരു സർജനെ കണ്ട് ആ വാസക്ടമി ചെയ്യാവുന്നതാണ്. എല്ലാ ബ്രണ്ടും സ്ത്രീകളെ മാത്രം അടുപ്പിക്കാതെ ഈ വാസക്ടമി ചെയ്തായിരുന്നാലും അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും കോണ്ടം ധരിച്ച് അത് ഉപയോഗിക്കാവൂ എന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുകയാണ്. ഈ മെയിൽ കോൺട്രാസെപ്ഷനെ കുറിച്ച് വേറെ എന്തെങ്കിലും, അതായത് 80 വയസ്സിലും 90 വയസ്സിലും ഒക്കെയും നമ്മുടെ ഇത് പോസ്റ്റീരിയർ ഫ്ലൂയിഡും നമ്മുടെ ടെസ്റ്റിക്കിൾസും എല്ലാം ബീജങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ പ്രായത്തിലും
ഇത് ആവശ്യമാണ്. വില കുറഞ്ഞ കോണ്ടങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല കോണ്ടങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഫ്ലേവേർഡ് കോണ്ടംസ് മാർക്കറ്റിൽ ലഭ്യമാണ്. പണ്ടിങ്ങനൊന്നും ഇല്ലായിരുന്നു, ഫ്ലേവേർഡ് കോണ്ടംസ് ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഫ്ലേവേർഡ് കോണ്ടംസ് ഉണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ ഇതിൽ കൂടെ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ചർച്ച ഞാനിവിടെ അവസാനിക്കുകയാണ്. നിങ്ങളിൽ സംശയമുള്ളവർ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിക്കുക. നിങ്ങൾ അടുത്ത കൂട്ടുകാർക്ക് ഇത് പകർന്നു കൊടുക്കുക. അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.